ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. അതിരടി അടിയോടടിയാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്നാലും കുറച്ചടിയെല്ലാം ഉണ്ട് പടത്തിൽ. ബേസിലാണ് പടത്തിൻ്റെ മെയിൻ ക്യാരക്ടർ. ബേസിലിൻ്റെ ഒരു ക്യാരക്ടർ ഇൻട്രഡക്ഷനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് തന്നെ. ഇപ്പം ബേസിലൊരു കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുന്നതും അവിടെ ബേസിലിൻ്റെ ഏട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു സ്റ്റോറി നമുക്ക് ആദ്യം കാണിച്ചു തരും. ആ ഒരു ഓൾ സബ്ജക്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് പടം പോകുന്നത്. ബേസിൽ അവിടെ പഠിക്കാൻ വരുന്നതും ആ ഏട്ടൻ ബാക്കി വെച്ച് പോയ സ്വപ്നം ബേസിൽ ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോൺഫ്ലിക്ട്സും കാര്യങ്ങളെല്ലാം പടത്തിലുടനീളം പോകുന്നത്. അതിൽ പടം എൻഗേജിങ് ആക്കുന്നതിൽ ഉള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് വിഷ്ണു വിജയൻ്റെ മ്യൂസിക്കാണ്. കാരണം നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് സീൻ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ഉള്ളത്. അതായത് ഒരു കോളേജിൽ പോകുന്നത്, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത്, പുതിയൊരു പെണ്ണിനെ കാണുന്ന, അവരോട് ഇഷ്ടം തോന്നുന്ന കൈൻഡ് ഓഫ് സീൻസ്, അത് ടിപ്പിക്കൽ ക്ലീഷേ സീൻസ്. പക്ഷേ ആ സീൻസിനെ ഇങ്ങനെ എൻഗേജിങ് ആക്കി നിർത്തുന്നത് വിഷ്ണു വിജയൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിന് കൃത്യമായിട്ട് വരുന്ന സമയത്ത്. അതായത് ഈ ട്രെൻഡ് അറിഞ്ഞ് പരിപാടി പണ്ടുന്നതിൽ വിഷ്ണു വിജയന് വേറെ തന്നെ ഒരു കഴിവാണ്. അതായത് ഇങ്ങനത്തെ കളർഫുള്ള് പടത്തിൽ അയാളുണ്ടെങ്കിൽ അയാളൊരു സിഗ്നേച്ചർ വേറെ തന്നെ ആയിരിക്കും. അതോടൊപ്പം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ചമ്മൻ ചാക്കോൻ്റെ എഡിറ്റിങ്ങും. കാരണം ആ പടത്തിൻ്റെ കട്ട് ഇങ്ങനെ ആ പടത്തിൻ്റെ സ്പീഡ് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് കട്ടായി തന്നെ പടം പോകുന്നുണ്ട്. സിനിമാറ്റോഗ്രഫീൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഹെൻറി സാമുവൽ മോശമില്ലാതൊരു വർക്കായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്തത് മഷർ ഹംസ. കോസ്റ്റ്യൂംസിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം നല്ല ഇപ്പോൾ ടൊവിനോയിലേക്ക് ഞാൻ വരാം. ടൊവിനോക്കായാലും ബേസിലിനായാലും അതുപോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ആയാലും കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂംസ്, അതുപോലെ ബേസിലിൻ്റെ കൂടെ നടക്കുന്ന ചെങ്ങൈക്ക് കൊടുത്ത കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മഷർ കൊടുത്തത് കോസ്റ്റ്യൂംസും അടിപൊളിയാണ് പടത്തിൻ്റെ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വിഷ്ണു വിജയൻ തന്നെയാണ് അതിൻ്റെ ഒരു കോർ. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായി തോന്നിയത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ സോങ് അല്ല ഞാൻ പറയുന്നത്, ഒറിജിനൽ സ്കോറും കാര്യങ്ങളും. ഇനി പെർഫോമൻസിലേക്ക് വരാം. പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ബേസിൽ ഇമോഷണൽ സീൻസും നന്നായിട്ട് ചെയ്യുന്ന ഓൾറെഡി പൊന്മാനിൽ പ്രൂവ് ചെയ്തതാണ്. പക്ഷേ ഈ പടത്തിലും അവസാനം ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ബേസിലിൻ്റെ നല്ല ഒരു അഭിനയം കാണാം നമുക്ക്. മൊത്തത്തിലും പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം കോമഡി ഡെലിവർ ചെയ്യുന്ന രീതി ആയാലും എല്ലാം ഒരു ഓക്കെ ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ കൂടെയുള്ള ആൾക്കാരായാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് വിഷ്ണു അഗസ്റ്റ്യൻ. ബേസിലിൻ്റെ ഏട്ടനായിട്ട് അഭിനയിച്ച വിഷ്ണു അഗസ്റ്റ്യൻ നല്ല പെർഫോമൻസ്. ചെങ്ങായിക്ക് നല്ല കാലിബറിലെ ഹൈ പൊട്ടൻഷ്യലുള്ള റോളുകൾ ചെയ്യാനാവുന്ന എനിക്ക് റൈഫിൾ ക്ലബ്ബ് കണ്ടേരെ മനസ്സിലായതാണ്. ഇതിൽ ചെങ്ങായി അഭിനയിച്ച് വെച്ച ക്യാരക്ടറിൻ്റെ സ്ക്രീൻ സ്പേസ് കുറച്ചേല്, പക്ഷേ അയാൾ ചെയ്ത് വെച്ച ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് നമുക്ക് ശരിക്കും അയാളുടെ പെർഫോമൻസ് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ ടൊവിനോ ഈ പടത്തിന് കൊടുത്ത കമ്മിറ്റ്മെൻറ്റ്. ഇത് മലയാള സിനിമയിലല്ലാണ്ട് വേറെ ഏത് സിനിമയിലും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഓൾറെഡി 100 കോടി ക്ലബിലെല്ലാം കയറിയിട്ടില്ല. സ്റ്റാർ മെറ്റീരിയലായിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ വന്നിട്ട് ഒരു തല്ലുകൊള്ളി റോൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ മോളിവുഡിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതുപോലെ ടൊവിനോ കൊടുത്തിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സിനിമേനോട്, അതായത് ഒരു ഈഗോ കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഒരു സ്റ്റാർ വന്നിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല, അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്ഫുൾ. അതുപോലെ മൊത്തത്തിൽ ഇതിൻ്റെ അത്ര അടിപരിപാടിയൊന്നും പടത്തില്ല. പക്ഷേ ഉള്ള ഫൈറ്റ് സീനും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചമ്മൻ ചാക്കോൻ്റെ എഡിറ്റിങ്ങിൻ്റെ മെയിൻ റോള് വരുന്നത് അവിടെയാണ്, ആ ഒരു ഫൈറ്റ് പരിപാടികൾ വരുന്ന സമയത്ത്. പിന്നെ പറയുന്നത് വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ. ഇവർ രണ്ടാളായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഷാൻ റഹ്മാൻ തൂക്കി ഇനി പടം ഓരോ സീനുകളിൽ വന്നിട്ട് ചെങ്ങായി ഓരോ ഡാർക്ക് ഹ്യൂമറിൽ അടിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ സെൽഫ് ട്രോള് പരിപാടിയെല്ലാം ഉണ്ട്. അതെല്ലാം നല്ല രസമായിട്ട് തിയേറ്ററിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടായിന്. പിന്നെ നെഗറ്റീവ് പറയാനാണെങ്കിൽ പടം നമുക്കറിയാം എന്നതൊക്കെ ആയിരിക്കും സംഭവിക്കുക. അതൊരു പ്രഡിക്റ്റബിലിറ്റി വല്ലാതൊരു ഇഷ്യൂ ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പടം ഒരു ഓക്കെ ലെവൽ ഇൻ്റർവെല്ലിൽ നിന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഒരു 70% പടം പോകുന്നവരെ നല്ല ലാഗുണ്ട്. തിയേറ്ററിൽ അന്നും ഒരു അനക്കില്ല, പറയുന്ന കോമഡിക്ക് ആൾക്കാർ ചിരിക്കുന്നില്ല. പക്ഷേ പിന്നെ വീണ്ടും പടം ക്ലൈമാക്സ് കൊണ്ട് അപ്പായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, ഒരു പടം എത്ര ഡൗൺ ആയി നിന്നാലും അതിൻ്റെ ക്ലൈമാക്സ് അടിപൊളിയായാൽ ആൾക്കാർക്ക് പടം നല്ലതാണെന്നില്ല ഒരു ഫീലോട് കൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഈ പടത്തിനെ പറ്റി പോസിറ്റീവേ പറയുള്ളൂ. അവിടെയാണ് ക്ലൈമാക്സിൻ്റെ ഇമ്പോർട്ടൻസ് നിൽക്കുന്നത്. അവിടെ ആസ് എ റൈറ്റർ ഡയറക്ടർ പുള്ളി നല്ല രീതിയിൽ തന്നെ അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു വമ്പം പടം എന്നല്ല, ഒരു ഓക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് രസിച്ച് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അത്യാവശ്യം ന്യൂജൻ തമാശകളിലുള്ളൊരു ചെറിയൊരു പടം. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മൊത്തത്തിലുള്ള അഭിപ്രായം. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.